നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ പ്രതികരണവുമായി KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത്. അൻവറിന്റെ തീരുമാനം വൈകിപ്പോയി എന്നും അൻവർ UDFൽ ചേരുന്നു എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്, ഇതിന് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇതിലൊക്കെ നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യം എന്താണുള്ളത്? അൻവർ DMK-യിൽ ചേരുന്നു എന്ന് വലിയ വാർത്ത ഒക്കെ നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചു, അൻവറും പറഞ്ഞു. അത് കഴിഞ്ഞ് TMC-യിൽ ചേരുന്നു എന്ന വാർത്ത വന്നു. ഇപ്പൊ UDFൽ ചേരുന്നു എന്ന വാർത്ത വന്നു. ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിൽക്കണോ? അതിന്റെ ആവശ്യമുണ്ടോ? അല്ല, അത് അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ കഴിഞ്ഞതിലൊക്കെ പ്രതികരിക്കണ്ടേ? ഇതൊന്നും ഞാൻ ചോദിക്കട്ടെ, DMK-യിൽ അൻവർ ചേരാൻ പോകുന്നു എന്ന് DMK അല്ല പറഞ്ഞത്. അൻവർ TMC-യിൽ ചേരാൻ പോകുന്നു എന്ന് TMC അല്ല പറഞ്ഞത്. അൻവർ UDFൽ ചേരാൻ പോകുന്നു എന്ന് നിങ്ങളും UDFും അല്ല പറയുന്നത്. അല്ല, UDF അല്ല പറയുന്നത്. അപ്പോ ഇതിനൊക്കെ നമ്മൾ എന്തിനാ പ്രതികരിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, അതൊക്കെ പാർട്ടി നേതാക്കന്മാർ തീരുമാനിക്കേണ്ട കാര്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, അൻവറിന് അല്പം വൈകിപ്പോയി എന്ന അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിലെ കർഷകർക്ക് ഈ കാട്ടാൻ അക്രമത്തിനെതിരെ നമ്മൾ വലിയ ജനകീയ സമരങ്ങൾ നടത്തി വരും. ആ ജനകീയ സമരങ്ങൾ നടത്തിയെന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിന്റെ പേരിൽ ഞാൻ 1-ാം പ്രതിയായിട്ട് ജാമ്യമില്ലാത്ത കേസെടുക്കാം. ജാമ്യമില്ല വകുപ്പിട്ടിട്ടാണ് എനിക്കെതിരെ കേസ്. ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടത്തുമ്പോഴും നമ്മൾ ഈ ശബ്ദം മുൻപ് കേട്ടിട്ടില്ല. അതാ ഞാൻ പറഞ്ഞു. പിണറായി വിജയൻ 1-ാം സർക്കാരാണെങ്കിലും 2-ാം സർക്കാരാണെങ്കിലും അപ്പോഴൊന്നും നമ്മൾ ഈ സംഭവം കേട്ടിട്ടില്ല. മാത്രമല്ല, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം, കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അതിന്റെ യോഗത്തിൽ വെച്ച് ആര്യാടൻ മുഹമ്മദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കലും ഞങ്ങളിത് സമ്മതിക്കൂല, നിങ്ങളിത് പ്രഖ്യാപിക്കുകയാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ ചെയ്തത്, ഇവിടെ കരിമ്പുഴ വന്യജീവി സങ്കേതം പ്രഖ്യാപിച്ചു. അന്നും നമ്മൾ PV അൻവറിന്റെ അഭിപ്രായം നമ്മൾ കേട്ടിട്ടില്ല വസ്തു. അത് കഴിഞ്ഞ് 2019 വന്നപ്പോൾ 2019 ഈ നിലമ്പൂര് പോത്തുകല്ല് പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, വഴിക്കടവ് പഞ്ചായത്ത്, 3 പഞ്ചായത്തുകളിലെ 300 ചില്ലാനം ആദിവാസി കുടുംബങ്ങൾ പ്രളയത്തിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ട് അവർ പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയാൻ ഇപ്പോഴും നിങ്ങൾക്ക് പോയി നോക്കിയാൽ 300 ചില്ലാനം കുടുംബങ്ങൾ. അവരെ ഒന്ന് പുനരധിവസിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതായത്. എത്ര ജനകീയ സമരങ്ങളും ജനകീയ പ്രക്ഷോഭങ്ങളും നടന്നു. എന്തെങ്കിലും ആ ആദിവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിരലനക്കാൻ ഇവർക്ക് സാധിച്ചു? ഇതൊന്നും നമ്മൾ മുൻപ് കണ്ടില്ല. ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.